നല്ല കാലം ആവർത്തിക്കുകയും കെട്ടകാലങ്ങൾ തിരസ്കരിക്കുകയും ചെയ്യുവാനുള്ള കരുത്താണ് മനുഷ്യനുണ്ടാവുന്നത്. എന്നാൽ ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് നല്ല കാലം ആവർത്തിച്ചാൽ അത് നാശമായി പോകുമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. നല്ല കാലം ആവർത്തിച്ചാൽ മോശമാണ്. എൻ്റെ മകൻ 8ാം ക്ലാസ്സിൽ നല്ല വിജയം നേടി, നല്ല മാർക്കുണ്ടായി. 9ാം ക്ലാസ്സിലും നല്ല മാർക്കുണ്ടായി. ഇനി തുടർന്ന് 10ാം ക്ലാസ്സിലും അവന് നല്ല മാർക്ക് കിട്ടിയെങ്കിൽ അവൻ അഹന്തയുള്ളവനായി തീരും. അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ അവനെ ഞാൻ തോൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ബുദ്ധിജീവികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് അല്ലേ. അങ്ങനെയുള്ള ബുദ്ധിജീവികളാണ്. നല്ല കാലങ്ങൾ ആവർത്തിക്കപ്പെടണ്ടേ. എന്നാൽ നല്ല കാലത്തിലും ചില കരടുകൾ ഉണ്ടെങ്കിൽ ആ കരടുകൾ എടുത്തു കളയാനും കഴിയണം. പക്ഷെ കരട് എടുത്തു കളയാൻ വേണ്ടി എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടണമെന്ന് പറയുന്ന ഒരു അന്തരീക്ഷം നമ്മുടെ സംസ്കാരത്തിന് പറ്റില്ല. യഥാർത്ഥത്തിൽ നമ്മൾ മരം മറഞ്ഞ് കാട് കാണാതായി പോകുന്ന ഒരു സമൂഹമായി മാറുകയാണ്. തൊട്ടു മുന്നിൽ കാണുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ കണ്ട് കാലത്തെ മൊത്തം ഉയർന്നു നിന്ന് പരിശോധിക്കുന്ന, കാലത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു സമൂഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നെനിക്ക് ഭയമുണ്ട്. എളുപ്പത്തിൽ മുന്നിലുള്ളതിനെ പറ്റി മാത്രമല്ലേ പറയാൻ കഴിയുക. മനുഷ്യന്റെ മനസ്സിന് 2 തട്ടുകളുണ്ട്. ഒന്ന്, മൃഗങ്ങളിലൂടെ കോടാനുകോടി വർഷത്തെ ഈ ഭൂമിയിലുള്ള അതിജീവനത്തിലൂടെ വന്നിരിക്കുന്ന, നമുക്ക് സിമ്പിളായി കൈകാര്യം ചെയ്യുന്ന ഒരു സിസ്റ്റം 1 ബുദ്ധിയുണ്ട് നമുക്ക്. ആ ബുദ്ധിപ്രകാരമാണ് നമ്മൾ നടന്നു പോകുമ്പോൾ വഴിയിൽ എന്തെങ്കിലും ചത്തു കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ കടന്നു വെച്ചു പോകുന്നത്. അത് വലിയ ബുദ്ധിയൊന്നും വേണ്ട. 4ഉം 3ഉം എത്രയാണെന്ന് കൂട്ടാൻ പറഞ്ഞാൽ പെട്ടെന്ന് 7 എന്ന് ഉത്തരം പറയാൻ സിസ്റ്റം 1 ബുദ്ധിയാണ് നമുക്ക് വേണ്ടത്. എന്നാൽ മനുഷ്യ മനസ്സിന്റെ 20% ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം 2 ബുദ്ധിയുണ്ട്. അതാണ് ഇന്റലിജൻസ്. ആ സിസ്റ്റം 2 ബുദ്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സെപ്പോഴും പരിശ്രമിക്കും. മനസ്സിന്റെ പ്രത്യേകത സങ്കീർണതയിൽ നിന്ന് ലാളിത്യത്തിലേക്ക് പോകാൻ വേണ്ടി പരിശ്രമിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ വയലുകളിൽ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നെല്ല് കൊയ്യുന്നത് വരെ വരമ്പിലൂടെയാണ് പോവുക. എന്നാൽ കൊയ്ത്ത് കഴിഞ്ഞാൽ പിന്നെ ആ വഴി പിന്നീട് ക്രോസായിട്ട് അവസാനം വരമ്പ് എൽ ഷേപ്പിലുള്ള വരമ്പിലുള്ള യാത്ര പോയിട്ട് മധ്യത്തിലൂടെ ക്രോസായിട്ട് പിടിക്കുന്നത് നമ്മുടെ സ്വാഭാവികമായ ഒരു പ്രകൃതി നിയമമാണ്. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുവാനുള്ള വഴി നോക്കൂ. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുവാൻ, അങ്ങനെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ നോക്കിയിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ചെയ്തൊരു എളുപ്പ വഴി, ഞങ്ങൾ 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ ഒരു കണക്കുണ്ടായിരുന്നു, എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്തുള്ളവൻ കോപ്പി അടിച്ചിട്ട് ടീച്ചർ പിടിച്ചപ്പോൾ ടീച്ചറോട് അവൻ പറഞ്ഞു, ഇതാ ഏറ്റവും എളുപ്പ വഴിയെന്ന്, കോപ്പി അടിക്കൽ. അതുപോലെ എളുപ്പവഴികൾ അന്വേഷിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ കോപ്പി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണത്? നമുക്കൊരു പണിയുമില്ലാതെ എല്ലാ സംസ്കാരങ്ങളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ മസ്തിഷ്കത്തിന് പ്രസക്തിയില്ലാതാവുകയും അവൻ കുറെ കാലം കഴിഞ്ഞ പരിണാമ സിദ്ധാന്തത്തിന്റെ ആളുകൾ പറയുന്നത് നമ്മുടെ തല ഒരു 1-2000 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ശരീരഘടനയൊക്കെ രൂപപ്പെട്ടിരിക്കുന്നത് ആവശ്യകതക്കനുസരിച്ചാണ്. 1-2000 കൊല്ലം കഴിയുമ്പോൾ തലച്ചോറ് ചുരുങ്ങുകയും ഈ ചവച്ചരക്കുന്ന താടിയെല്ലിൻ്റെയും മേൽത്താടിയുടെയും കീഴ്ത്താടിയുടെയും വലിപ്പം കൂടുകയും ചെയ്യുന്ന ഒരു പുതിയ മോഡൽ മനുഷ്യനുണ്ടാവുമെന്ന് ആ പരിണാമ സിദ്ധാന്തക്കാർ പറയും. കാരണം തിന്നാനാണ് പ്രാധാന്യം. ചിന്തിക്കാൻ ഒരു പണിയില്ല. ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അതൊക്കെ AI നോക്കിക്കൊള്ളും, കാൽക്കുലേറ്റർ നോക്കിക്കൊള്ളും എന്നൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ മനസ്സും ബുദ്ധിയും വളരാതിരിക്കുകയും ഭൗതിക സുഖസൗകര്യങ്ങളും ശരീരവും വളരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സംസ്കാരം AI ലോകത്ത് ഒരു പ്രതിസന്ധിയിലെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ സംസ്കാരം ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന ഗൗരവതരമായ വിചിന്തനം ബുദ്ധിജീവികളും കവികളും സാംസ്കാരിക നായകന്മാരും ഭരണാധികാരികളും ചെയ്യേണ്ടതിന് പകരം നമ്മൾ മഹാകുംഭമേളകളിൽ വിലയം പ്രാപിക്കുകയാണ്. എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ. നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ കുംഭമേളയുടെ ഐതിഹ്യം തന്നെ എടുത്തു നോക്കിയാൽ അധ്വാനിക്കുന്നവനെ നിഷേധിച്ച ചരിത്രമാണ് കുംഭമേളയുടെ ചരിത്രം.
ദേവന്മാർക്ക് ഒറ്റക്ക് അമൃത് കടയാൻ പറ്റാത്തത് കൊണ്ട് അധ്വാനിക്കുന്നവരാരാ? അധ്വാനിക്കുന്നവര് സാധാരണ മനുഷ്യരാണ്. അവരെ അസുരന്മാരെന്നവർ വിളിച്ചതാ. അസുരന്മാരെന്ന് പറഞ്ഞ ഒരു വർഗം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നെങ്കിൽ 3 കോടി വർഷം മുമ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന ദിനോസറുകളുടെ ഫോസിലുകൾ കിട്ടിയിട്ടില്ലേ? ആ ദിനോസറുകളുടെ ഫോസിൽ വെച്ചിട്ടാണല്ലോ ജുറാസിക് പാർക്ക് സിനിമ ആനിമേഷൻ നടത്തി ഉണ്ടാക്കിയത്. എന്നാ ദേവാസുര കഥകൾ, യുദ്ധത്തിന്റെ കഥകൾ ഏതാണ്ട് 5,000-10,000 കൊല്ലത്തിന് ഇപ്പുറത്താണ്. കോടാനുകോടി രാക്ഷസന്മാരെ കൊന്നു തള്ളിയിട്ടുണ്ട് ഈ ഭൂമിയിൽ. തലയിൽ കൊമ്പുള്ള, വായിൽ ദംഷ്ട്രകളുള്ള, പർവ്വത സമാനനായ, പർവ്വതം പൊരിച്ചെറിയാൻ പറ്റിയ അമാനുഷനായ ഏതെങ്കിലും ഒരു അസുരന്റെ, രാക്ഷസന്റെ അസ്ഥികൂടം ഈ ഭൂമിയിൽ എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഈ രാക്ഷസന്മാരെന്ന് പറയുന്നത് ആര്യന്മാരുണ്ടാക്കിയ ഒരു സങ്കല്പ കഥയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആരാണ് ഈ അസുരന്മാർ? അസുരന്മാർ ഇവിടെ പണിയെടുക്കുന്ന മനുഷ്യരായിരുന്നു. സുരന്മാരല്ലാത്തവരല്ല അസുരന്മാർ. ആരാ സുരന്മാർ? വേദേതിഹാസാദി വിഭൂതികളെല്ലാം കൈവശമുള്ളവർ സുരന്മാർ. അല്ലാത്തവരെല്ലാം അസുരന്മാർ. അവർക്ക് വേണ്ടിയിട്ട്, അസുരന്മാർക്ക് വേണ്ടിയിട്ട് പ്രതിമകൾ ഉണ്ടാക്കിയത് അറിയുമോ? പ്രതിമകൾ ഉണ്ടാക്കിയത് ദേവന്മാർക്ക് വേണ്ടിയിട്ടല്ല, ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ടല്ല. അഗ്നിർദേവോ ദ്വിജാതീനാം മുനീനാം ഹൃദിദൈവതം പ്രതിമാം അപ്രബോധീനാം സർവത്ര സമദർശിനാം എന്നൊരു ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ? ബ്രാഹ്മണർക്ക് അഗ്നിയിലാണ് ദൈവം, മുനീനാം ഹൃദിദൈവതം, മുനിമാർക്ക് ഹൃദയത്തിലാണ് ദൈവം, പ്രതിമാം അപ്രബോധീനാം, വിവരമില്ലാത്തവർക്ക് പ്രതിമയിലാണ് ദൈവം. വിവരമില്ലാത്തവർക്ക് പ്രതിമയിലാണ് ദൈവം. പിന്നെ ഇവരെന്തിനാ ബ്രാഹ്മണർ പ്രതിമയിൽ പൂജ നടത്തുന്നത്? അത് നമുക്ക് വേണ്ടിയാ. അവർക്ക് അതിൽ യാതൊരു ബന്ധമില്ല എന്നതിന്റെ തെളിവാണല്ലോ തന്ത്രി തന്നെ പാളി അടിച്ചു മാറ്റിയത്. അതിനോട് ഒരു ബലമില്ല, ഒരു ശക്തിയും ഇല്ല എന്ന് അവർക്ക് ഉറപ്പാ. അതുകൊണ്ട് തന്ത്രിയും പോറ്റിക്കൊന്നും ഈ പ്രതിമയിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അവർക്ക് അഗ്നിയിൽ ഹോമം നടത്തൽ മാത്രമാണ് ദൈവപ്രാർത്ഥന. സർവത്ര സമദർശിനാം. ഈ സമദർശികൾ വന്നിട്ടാണ് ഈ നാട്ടിൽ ഈ കെട്ടുപാടുകളിൽ നിന്ന് കുറെ മോചനം ഉണ്ടാക്കി കൊടുത്തത്. അപ്പൊ പ്രതിമ എന്ന് പറയുന്നത് വിവരമില്ലാത്തവരുടെ, വിവരമില്ലാത്ത അസുരന്മാരും പ്രതിമയിൽ പ്രാർത്ഥിച്ചിരുന്നില്ലേ? ഗടാഗടാഹ സംഭ്രമ ഭ്രമൻ നിലിംബ നിർജ്ജരി, കേട്ടിട്ടുണ്ടോ? ബാഹുബലി സിനിമയിൽ വലിയ ശിവലിംഗം എടുത്തിട്ട് അമരേന്ദ്ര ബാഹുബലി പോകുമ്പോഴുള്ള ആ ശ്ലോകം ഇതാരെഴുതിയതാ? രാവണകൃത ശിവസ്തോത്രമാണ്. രാവണൻ എഴുതിയതാ. ബഹളം വെച്ച് ചോദ്യം ചെയ്യുന്നവനാണ് രാവണൻ, അറിയുമോ? രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം രവം, ശബ്ദമുണ്ടാക്കുന്നവൻ എന്ന. രവമുണ്ടാക്കുന്നവൻ രാവണൻ, ഒച്ചപ്പാടുണ്ടാക്കുന്നവൻ, മുദ്രാവാക്യം വിളിക്കുന്നവൻ. മനസ്സിലായോ? മുദ്രാവാക്യം വിളിക്കുന്നവൻ രാവണൻ. അപ്പൊ അസുരന്മാരാരാ? സുരന്മാരല്ലാത്തവർ. ആ സുരന്മാരല്ലാത്തവരെ കൂടാതെ രാജ്യം രക്ഷപ്പെടില്ല എന്ന് അവർക്ക് ബോധ്യമായിട്ടാണ് പാലാഴി കടയാൻ അസുരന്മാരെ വിളിച്ചത്. ഈ രാജ്യം തകർന്നു പോയതിന്റെ കാരണം എന്താണ് നിങ്ങൾ അറിയണം. മഹാത്മാഗാന്ധിയുടെ പ്രസക്തിയും ഇന്ത്യ രാജ്യത്തിന്റെ തകർച്ചയുടെ ചരിത്രവും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് ഗാന്ധിയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുക. എന്താണത്? അറിവിന്റെ കാര്യത്തിൽ നമ്പർ 1 ആയിരുന്നു നമ്മുടെ ലോകം എന്ന് നമ്മൾ പറഞ്ഞതല്ല. ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി പറഞ്ഞാൽ പോരല്ലോ, മറ്റുള്ളവർ പറയണ്ടേ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നത്. കിഴക്ക് നമ്മളാ. അത് പറയാൻ കാരണം നളന്ദ, തക്ഷശില സർവകലാശാലകൾ ഉണ്ടാകുന്ന കാലത്ത് അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചിട്ടില്ല. നാരദൻ എന്ന് പറയുന്നൊരു സന്യാസി ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ടെന്നാ പറയുന്നത് പുരാണ കഥയിൽ. അമേരിക്കയിൽ പോയിട്ടില്ല പുള്ളി. കാരണം നാരദന്റെ കഥ എഴുതുന്ന കാലത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഇവിടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. നളന്ദ, തക്ഷശില സർവകലാശാലകൾ. കാശ്മീരിൽ ശാരദ എന്നൊരു സർവകലാശാലയെ പറ്റി ഇപ്പം അടുത്ത് കൽഹണന്റെ ഒരു പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ അവതാരി എഴുതാൻ വേണ്ടി എനിക്ക് കിട്ടിയപ്പോഴാണ് അവിടെ പോയിട്ട് കേരളത്തിൽ നിന്ന് ഒരാൾ പോയി പഠിച്ചിരുന്നു. നമ്മുടെ രാജ്യം പണ്ട് ഗംഭീരമായിരുന്നു. എൻ്റെ ഉപ്പാപ്പാക്ക് ഒരാന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഉപനിഷത്തുകളും വേദങ്ങളും വേദാന്തവും 18 പുരാണങ്ങളും 18 പുരാണങ്ങളിൽ ഏതാണ്ട് 35,000 നാമങ്ങൾ. 35,000 നാമങ്ങൾ, പേരുകൾ ഉണ്ടായത്. പേരുകളുടെ ചരിത്രം ഒന്ന് പഠിച്ചു നോക്കുമ്പോഴാണ് നല്ല രസകരമായ പല കാര്യങ്ങളും പറയുന്നത്. ഈ ഭൂമിയിൽ
സകലത്തിനും പേരിട്ടത് മനുഷ്യനാണല്ലോ. ദൈവത്തിന് പോലും പേരിട്ടത് നമ്മളാണല്ലോ. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഒന്നിനും പേരുണ്ടായിരുന്നില്ല. ഓരോ പേരുകൾ എങ്ങനെ ഉണ്ടായി എന്നത് പഠിച്ചാൽ വളരെ രസകരമായ ഒരു ചരിത്രം, ഒരു കഥയാണത്. പുരാണങ്ങളിലെ പേരുകളൊന്നും അർത്ഥമില്ലാത്ത പേരുകൾ ഉണ്ടായിരുന്നില്ല. ആ പേരുകളിൽ നിന്നാ പിന്നെ നമുക്ക് പേരുണ്ടായത്. അതിനു മുമ്പ് പേരില്ലാതെ 10-35,000 പേരുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ പണിയല്ലല്ലോ. 2 മക്കൾക്ക് പേരിടാൻ കണ്ട നെറ്റ് തപ്പ് കണ്ട ആളോടും ചോദിക്കുക ഇന്ന്. അപ്പോഴാണ് ധൃതരാഷ്ട്രർ 100 മക്കൾക്ക് പേരിട്ടത്. ഒരു പേര് പോലും ആവർത്തിച്ചു വന്നില്ല. അത്രയും പുരാണങ്ങൾ അതിലെ കഥകൾ എഴുതി വെച്ചു. അതെല്ലാം പോട്ടെ. പോയട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ് എന്ന വില്യം വേർഡ്സ്വർത്തിന്റെ കാൽപ്പനിക കാവ്യത്തെ പറ്റിയിട്ട് എഴുതുന്നതിന് എത്രയോ കാലം മുമ്പ് മേഘസന്ദേശം എന്ന കാവ്യം ഭാരതത്തിലുണ്ടായിരുന്നു. മനോഹരമായ കാൽപ്പനിക കാവ്യം. ആനന്ദവർദ്ധനന്റെ ധ്വന്യാലവും ഭരതമുനിയുടെ നാട്യശാസ്ത്രവും ഇവിടെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് മരുന്ന്, മോഡേൺ മെഡിസിൻ വന്നത് മെൻഡലീയഫിന്റെ പട്ടികയിലെ 104 മൂലകങ്ങളും ആ മൂലകങ്ങളെ പരസ്പര രാസത്വരക ശക്തി ലാബറട്ടറികളിൽ ടെസ്റ്റ് ട്യൂബും ഫണലും ഉപയോഗിച്ചിട്ട് നടത്തിയ പരീക്ഷണങ്ങളിലൂടെയല്ലേ മരുന്ന് കണ്ടുപിടിച്ചത്. സ്റ്റെതസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, എക്സ്റേ, സ്കാനിങ് എല്ലാം വന്നിട്ട് 10-200 വർഷത്തിനുള്ളിലല്ലേ ഈ ആധുനിക ചികിത്സ വന്നത്. ഇതൊന്നും ഉണ്ടാകുന്നതിന് 1500 കൊല്ലം മുമ്പ് ഒരു സ്റ്റെതസ്കോപ്പും മൈക്രോസ്കോപ്പും ലാബറട്ടറിയും ഇല്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ട് വാദത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരക്കണക്കിന് കഷായം, അരിഷ്ടം, ലേഹ്യം, വടകം, തൈലം, ഗുളികകൾ ഉണ്ടാക്കി വെച്ച ചരകനും സുശ്രുതനും സഞ്ജീവിനിയും നമ്മുടെ നാട്ടുകാരായിരുന്നു. അവ ബുദ്ധിയുടെ കാര്യത്തിൽ നമ്മൾ പറയിലായിരുന്നില്ല. പിന്നെ എന്താ പറ്റിയേ? നിങ്ങളുടെ സെക്രട്ടേറിയറ്റിലോ ഇപ്പോൾ ഈ നടക്കുന്ന ഹാളിലോ ഇത്രയും ബുദ്ധിമാന്മാർ കണ്ടുപിടിച്ച ഏതെങ്കിലും ഒരു വസ്തു കാട്ടിത്തരൂ. ഇന്ത്യയിലെ ബുദ്ധിമാന്മാർ കണ്ടുപിടിച്ചത്. ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, പേന കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, മൊബൈൽ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല, ഞാൻ വന്ന ട്രെയിനും കാറും കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല. ഇതെല്ലാം വിദേശികൾ കണ്ടുപിടിച്ചതാ. ഇത്രയും ബുദ്ധിമാന്മാരുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുപിടിച്ചതൊന്നും ഇല്ല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ. എന്തേ? നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഇരുണ്ട യുഗങ്ങളിലൂടെ സഞ്ചരിച്ചു. ചരിത്രം പോലും അറിയാത്തൊരു കാലഘട്ടം. ഒരു കടലാസ് പോലും, ഒരു ശിലാരേഖ പോലും ഇല്ലാത്ത കാലഘട്ടം ഇന്ത്യയിൽ. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? വളരെ ഗൗരവതരമായി നമ്മൾ പരിശോധിക്കണം. സംഭവിച്ചത് അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല, പണിയെടുക്കുന്നവർക്ക് അറിവും കൊടുത്തില്ല. അതാണ് ഇന്ത്യക്ക് പറ്റിയ അബദ്ധം. അറിവുള്ളവർ ഒരു പണിയെടുക്കില്ല. വേണാട്ടരജനെ സ്തുതിച്ചുകൊണ്ട് മർത്യാകാരേണ ഗോപീവസന നിര കവർന്നോരു ദൈത്യാരിയത്തൻ ചിത്തേ ബന്ധിച്ച വഞ്ചീശ്വര തവ നീതിക്കു തെറ്റില്ല. പക്ഷേ പൊൽത്താർമകളിതാ തൻ കണവന വിടുവാൻ ആശ്രയിക്കുന്നു ദാസി വൃത്യ കനിവളിൽ ഉദിക്കൊല്ല കാരുണ്യരാശേ. മനോഹരമായ ശ്ലോക. അത് കേൾക്കുമ്പോ സാമൂതിരിയെ വർണ്ണിച്ച് അവിടുന്ന് താരിൽ തന്വീ കടക്ഷഞ്ചല മധുപകുലാരാമ രാമാജനാനാം നീരിൽ താർബാണ വൈരാകര നികര തമോ മണ്ഡലി ചണ്ഡഭാനോ നേരത്താതെന്നും നീയം തൊടുകുറികളയാതെന്നും മേഷാ കുളിക്കും നേരത്തിന്നിപ്പുറം വിക്രമ നിർവര ധരാ ഹന്ത കൽപ്പന്തതോയെ. ഹന്ത പ്രയോഗം കണ്ടിട്ട് ഹന്തയ്ക്കിന്ത പട്ട് എന്ന് ഉദ്ദണ്ഡ ശാസ്ത്രികൾ കാക്കശ്ശേരിക്ക് പട്ട് കൊടുത്തത് ചരിത്രരേഖയാണ്. പൊന്നൻ നമ്പൂതിരിക്ക് കൊടുത്തത് ചരിത്രരേഖയാണ്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം രാജാക്കന്മാരെ, ഭരണാധികാരികളെ പുകഴ്ത്തി മണിയടിക്കുന്നവരുടെ ചരിത്രം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഈ ലോകത്തിൻ്റെ സാമൂഹ്യ വികാസത്തിൻ്റെ തടസ്സമായി നിന്നവർ. നേതാക്കന്മാരെ പുകഴ്ത്തിയും പെട്ടിയെടുത്തും നടക്കുന്നവരാണ് വലിയ ആളുകളെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അവരെ അധികാരത്തിൽ നിന്ന് ആട്ടി അകറ്റിയാൽ മാത്രമേ ജനാധിപത്യം ശക്തിപ്പെടൂന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജനാധിപത്യം ശക്തിപ്പെടണം. അപ്പൊ ഈ ശ്ലോകം ചൊല്ലി ഇരിക്കുന്നവര് കുമ്പയും കുലുക്കി ഇരിക്കുക എന്നല്ലാണ്ട് ഒരു പണിയെടുക്കില്ലല്ലോ. ഒരു പണിയെടുക്കില്ല.
ഹോച്ചിമിനാണെന്ന് തോന്നുന്നു ഇന്ത്യയിൽ വന്നപ്പോൾ രാഷ്ട്രീയക്കാരോട് ചോദിച്ചു എന്താ പണി എന്ന് ചോദിച്ചപ്പോൾ രാഷ്ട്രീയമാണ് പണി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു പണിയുണ്ടോ? രാഷ്ട്രീയം എന്നൊരു പണിയാണോ? അവിടെയാ ഗാന്ധിയുടെ പ്രസക്തി. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോഴും തന്റെ വസ്ത്രം താൻ നൂറ്റുണ്ടാക്കണം എന്ന് പറഞ്ഞ് കർമ്മവും ചിന്തയും ചാലിച്ചു ചേർത്ത ഗാന്ധി. അതാ കരംചന്ദ് ഗാന്ധി. കർമ്മം എന്ന എക്സ് ആക്സിസും ചിന്ത എന്ന വൈ ആക്സിസും. അങ്ങനെയാ ഇന്ത്യ പ്ലസ് ആയേ. ചിന്തയും അധ്വാനവും കൂടിച്ചേരുമ്പോൾ മാത്രമേ വികാസം ഉണ്ടാവൂ. ചിന്തയും അധ്വാനവും കൂടിച്ചേരണം. അതാണ് ഈ ലോകത്തിലുള്ള എല്ലാ വികാസവും ഉണ്ടാക്കിയത്. ഇന്ത്യ രാജ്യം അക്കാര്യത്തിൽ പറയിലായിരുന്നു. പണിയെടുക്കുന്നവർ അവർക്ക് അക്ഷരജ്ഞാനമില്ല. അക്ഷരജ്ഞാനമില്ലായിരുന്നു. ഹിന്ദു എന്ന് പറഞ്ഞാൽ നായന്മാർ വരെയേ ഹിന്ദു ഉള്ളൂ. നായന്മാരും കഴിച്ച് ബാക്കിയുള്ളതൊന്നും ബ്രഹ്മാവ് സൃഷ്ടിച്ചല്ലോ. ശൂദ്രന്മാരെ മാത്രമല്ലേ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുള്ളൂ. ശൂദ്രന്മാരാരാ? NSS, SNDP ഒന്നും ഹിന്ദു അല്ല. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുരാണവും പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ SNDP ആരും ഹിന്ദു അല്ല. കാരണം അവര് ബ്രഹ്മാവ് സൃഷ്ടിച്ചവരല്ല. SRCP പറഞ്ഞ പോലെ അവരവല്ല അവനവന്റെ തന്തക്കുണ്ടായവരാ അല്ലേ? ഈ ശൂദ്രന്മാർക്ക് പോലും അക്ഷരജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഉണ്ടോ? ഇല്ല. അവിടെയാണ് അയ്യങ്കാളിയുടെ പ്രസക്തി. കേരള സാംസ്കാരിക മണ്ഡലത്തിന്റെ വികാസം ഉണ്ടായത് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര അതിലൊരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. താഴെ തട്ടിൽ അക്ഷരജ്ഞാനം ഉണ്ടാവണമെന്ന്, അറിവുണ്ടാവണമെന്ന്. ഇത്രയും ഞാൻ പറഞ്ഞു വന്നത് പാലാഴി കടഞ്ഞ കഥയിൽ തന്നെ ഉണ്ട്. അധ്വാനിച്ച അസുരന്മാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അമൃത് കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഗുണഭോക്താക്കളാവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്തപ്പോ 10-12 കൊല്ലം യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്യുമ്പോൾ ഈ അമൃത് എയർലിഫ്റ്റ് ചെയ്തു. ആര്? ഗരുഡൻ. ഗരുഡൻ ഇത് മേലെ പൊക്കിപ്പിടിച്ച് നിൽക്കുകയായിരുന്നു. ആര്? മഹാവിഷ്ണുവിന്റെ അവതാരം. ആ അമൃതിന്റെ കുംഭവും കൊണ്ട് ഈ ആകാശത്ത് ഇങ്ങനെ പറന്നു നടക്കുമ്പോ ഇത് കുറെ നേരം കഴിയുമ്പോ ചിറക് കടയല്ലോ. 4 സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. ആ 4 സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചപ്പോൾ വെക്കും അല്പം തുളുമ്പി മറിഞ്ഞുപോയി. അത് 4 പുഴയിൽ വീണു. ആ പുഴയിൽ വീണ അമൃത് വീണ സ്ഥലത്ത് 12 കൊല്ലം കൂടുമ്പോ ഈ അമൃത് ആക്ടിവേറ്റ് ആവും. അതാ കുംഭമേള. പിടികിട്ടിയോ? ഇതാ കുംഭമേള. ഈ അമൃത് 12 കൊല്ലം കൂടുമ്പോ അത് സജീവമാവും. അവിടെ ആ സമയത്ത് പോയി മുങ്ങിയാൽ എല്ലാ പാപവും തീരും. ഈ അമൃത് വീണ രുദ്രപ്രയാഗിലും നാസിക്കിലും ഹരിദ്വാറിലും ഉള്ള പുഴയിലുള്ള മാലിന്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ കോളി ബാക്ടീരിയ ഉള്ളതാ. ഈ അമൃതിന്റെ ശക്തിയുള്ള അതിന് ഈ കോളി ബാക്ടീരിയ നശിപ്പിക്കാൻ അറിയില്ല. അറിയോ? അറിയില്ല. ആ കുംഭമേളയില് ഈ ഗരുഡൻ ഒരിക്കൽ പോലും വിന്ധ്യാതടത്തിന് ഇപ്പുറത്ത് അമൃത് കൊണ്ടുപോയി വെച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ഭാരതപ്പുഴയിൽ അമൃത് വരുന്നത്? അതാണ് എനിക്കറിയാം. ഭാരതപ്പുഴയിൽ കുംഭമേളം നടത്തുന്നത് എന്താ? അതിന്റെ പിറകിൽ ഉത്തരേന്ത്യയിലെ പുഴകളിലൂടെ ഒഴുകുന്ന വർഗീയ വിഷം തെളിഞ്ഞ നദിയുള്ള കേരളത്തിലെ പുഴയിൽ ഒഴുക്കാനുള്ള രഹസ്യ അജണ്ടയാണ് അതിന്റെ പിറകിൽ. നമ്മൾ മനസ്സിലാക്കണം. അതിനെതിരെ വേണ്ടത്ര പ്രതികരണം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ആളുകൾ പുഴ തീർത്ഥാടനം എന്നൊക്കെ പറഞ്ഞാൽ നാലമ്പല യാത്ര എന്നെല്ലാം പറഞ്ഞാൽ ആളുകൾ അങ്ങ് പോവും. കേരളത്തിൽ ഇന്ന് നല്ല വീടായി അല്ലേ? അങ്ങനെയാണല്ലോ. എന്തിനാ പഠിക്കുന്നത് എന്തിനാ? A+ നേടാൻ A+ നേടിയിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാൻ അല്ലേ? സ്റ്റൈലത്ത് ചേരണം, ലക്ഷ്യ ചേരണം. പാലാ ബ്രില്യൻസിൽ കഴിഞ്ഞ ആഴ്ച പാലാ ബ്രില്യൻസിലെ അധ്യാപകർക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ ബുദ്ധി വളരുമ്പോൾ അതിൽ ഒന്നിച്ച് അങ്ങനെ മനസ്സും കൂടി വളർത്തി കൊടുക്കാം എന്നായിരുന്നു എൻ്റെ ക്ലാസ്. 700 അധ്യാപകർക്ക്. എന്നിട്ട് അവിടെ നിന്ന് റാങ്ക് ലിസ്റ്റിൽ പേര് വരണം, എന്നിട്ട് പ്രൊഫഷണൽ കോഴ്സിൽ ചേരണം, എന്നിട്ട് പ്ലേസ്മെന്റ് കിട്ടണം, പ്ലേസ്മെന്റ് കിട്ടിയിട്ട് നല്ല ജോലി കിട്ടണം, ജോലി കിട്ടിയിട്ടോ നല്ല ശമ്പളം കിട്ടണം, ശമ്പളം കിട്ടിയിട്ടോ കൊട്ടാരം പോലത്തെ ഒരു വീടെടുക്കണം, വീടെടുത്തിട്ടോ ചുറ്റുവട്ടം ആനക്ക് കടക്കാൻ പറ്റാത്ത മതിൽ കെട്ടണം. ഫിൻലാൻഡിൽ നിന്ന് കുറച്ച് ആളുകൾ കേരളത്തിൽ വന്നു. പത്രക്കാർ ചോദിച്ചു, നിങ്ങളല്ലേ ഏറ്റവും സന്തുഷ്ടര് ലോകത്ത്, അതെന്താണ് അങ്ങനെ? അപ്പൊ അവര് പത്രക്കാരോട് ചോദിച്ചത്, നിങ്ങളുടെ നാട്ടിൽ ഇത്രയധികം തീവ്രവാദികളും ഭീകരവാദികളും ഉണ്ടോ എന്ന് ചോദിച്ചു. കേരളത്തിൽ ഇല്ലല്ലോ. ഇവിടെ തീവ്രവാദിയുമില്ല, ഭീകരവാദിയുമില്ല, വർഗീയവാദിയുമില്ല. പിന്നെ എന്തിനാ മനുഷ്യരെ നിങ്ങൾ ഇത്ര വലിയ മതിൽ കെട്ടുന്നതെന്നാണ് ചോദിച്ചു. മതിൽ കെട്ടുന്നത് ഭയന്നിട്ടാണെന്ന് അവരെ സങ്കല്പം. അയൽപ്പക്കവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത വലിയ മതിൽ കെട്ടും, റിമോട്ട് കൺട്രോളിന്റെ ഗേറ്റ് കെട്ടും, മനുഷ്യരിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു പട്ടിയെ വാങ്ങിപ്പോറ്റും.
എന്നിട്ട് രാത്രി ഒരു 9:30-10 മണിക്ക് ഗേറ്റ് തുറക്കും ഈ പട്ടിയെ വിസർജിക്കാൻ വേണ്ടി. അത് പഞ്ചായത്തിന്റെ റോഡിൽ വിസർജിച്ചു. അതിനു വേണ്ടി മാത്രം ഗേറ്റ് തുറക്കുന്ന കുറെ കഴുതകളെ സൃഷ്ടിക്കാനാണ് വിദ്യാഭ്യാസം എന്ന് വിചാരിച്ചു പോയോ? ഇതല്ലല്ലോ. ഈ വിദ്യാഭ്യാസത്തിന്റെ ഗുണഭോക്താക്കളായിട്ട് ഇന്ന് നല്ല ഭക്ഷണം കഴിച്ചിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാരിപ്പോ കുലസ്ത്രീകളായിരിക്കും. അവർ അമ്പലങ്ങളിൽ മാതൃസമിതികൾ രൂപീകരിക്കും. എന്നിട്ട് അവര് നാലമ്പല യാത്രകൾക്ക് പോകുന്നു. അവർക്ക് ലോകത്തിലുള്ള മനുഷ്യന്റെ നല്ല കാര്യങ്ങളൊന്നും ഒരു പുസ്തകം വായിക്കില്ല ഈ ടീം. കർക്കിടക മാസത്തിൽ രാമായണം വായിക്കും. ആരെ നന്നാക്കാൻ? രാമനെ നന്നാക്കാൻ. കുട്ടികൾക്കൊന്നും പറഞ്ഞു കൊടുക്കില്ല. രാമനെ നന്നാക്കാൻ. രാമൻ അപകടത്തിൽ നിന്ന്, ദൈവം അപകടത്തിൽ എന്ന് വിളിച്ചു പറയാൻ തുടങ്ങിയിട്ട് കുറയായില്ലേ? ദൈവം അപകടത്തിൽ എന്ന് വിളിച്ചാൽ ദൈവത്തെ ഇങ്ങനെ അപമാനിക്കുന്നതിന് വേറെ ആളുണ്ടോ? ദൈവം അപകടത്തിൽ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ കർക്കിടകം മാസം 31-ാം തീയതി ഇത്യാധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാന്ഡം സമാപ്തം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത 11 മാസം ഒരക്ഷരം വായിക്കാത്ത ടീമാണ് ഈ നാലമ്പല യാത്രയിൽ പോകുന്ന മഹാഭൂരിപക്ഷവും. അവരെ ഭാരതപ്പുഴയുടെ തീരത്ത്, ഭാരതം എന്നല്ലേ പേര്, ആ പേരാണ് ഉത്തരേന്ത്യക്കാർക്ക് അഖാഡ സ്വാമിമാർക്ക് ഭാരതപ്പുഴ. ഞാനൊരു വീഡിയോ കണ്ടു. ഒന്നും ഉടുക്കാത്തൊരു സ്വാമി മടിയിൽ എന്താ വെച്ചതെന്ന് അറിയോ? ഒരു വലിയ റെക്സിന്റെ ബാഗ്. ഓരോ ആള് പോവുക, നമസ്കരിക്കുക, 100 കൊടുക്കുക, 500 കൊടുക്കുക, ബാഗിലിടുക, അനുഗ്രഹം കൊടുക്കുക. ഒരു അനുഗ്രഹത്തിന് 500. ഈ സ്വാമിമാർക്ക് എന്തിനാ ഇത്ര പൈസ? ഈ സഞ്ചി നിറയെ പൈസ എന്തിനാ? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാമി സന്യാസി എന്ന വാക്കിനർത്ഥം നമ്മൾ മനസ്സിലാക്കിയത് സമ്യക്കായി ന്യസിക്കുന്നവൻ, ഒന്നും വേണ്ടെന്ന് തീരുമാനിക്കുന്നവൻ, നല്ല മനസ്സോടുകൂടി വേണ്ടെന്ന് വെക്കുന്നവനാണ് സന്യാസി. അവര് പ്രമേയം പാസാക്കി 60 സീറ്റ് പാർലമെന്റിൽ അവർക്ക് സംവരണം വേണമെന്ന്. 60 സീറ്റ് സംവരണം കിട്ടിയാൽ അവർ ജയിക്കും, ഉറപ്പാ. ഇവർ നിന്ന ജയിക്കും. ജയിച്ചാൽ സ്വാഭാവികമായും അതിൽ നിന്നൊരു 3-4 മന്ത്രിമാരുണ്ടാവും. അതിലൊരു വിദേശകാര്യ വകുപ്പ് മന്ത്രി. ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ ഒന്നും ഉടുക്കാത്തൊരു മന്ത്രി പോയി ഇരിക്കുന്ന കാര്യം ആലോചിച്ചു കേട്ടത്. ഇവിടത്തേക്കാണ് നമ്മുടെ രാജ്യം പോകുന്നത്. ഇതൊക്കെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ് അതെടുത്ത് തലയിൽ വെച്ച് നടക്കുകയാണ് നമ്മൾ കുറെ ആളുകൾ. പുഴയുടെ തീരത്ത് മാമാങ്കത്തിന്റെ പേര് എന്താ? മാമാങ്കം. മാമാങ്കം എന്ന് പറയുന്നത് ചേരമാൻ പെരുമാള് നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട ബൗദ്ധിക ചർച്ചാവേദിയായിരുന്നു. അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വ്യാപാരവും വാണിജ്യവും വ്യവസായവും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആ കൂട്ടത്തിൽ ബൗദ്ധിക ചർച്ചകൾ നടത്തിയിരുന്നു. ആ ചർച്ചകൾ പിന്നെ ചേരമാൻ പെരുമാൾ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോയപ്പോ പകരം അവിടുത്തെ വെള്ളാട്ടിരി എന്ന വള്ളുവക്കോനാതിരിയാണ് ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുക. ആ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാട്ടിരിയെ കീഴടക്കിയിട്ട് സാമൂതിരി ഈ അവകാശം കൈയടക്കിയപ്പോ ആ സാമൂതിരിയിൽ നിന്ന് വെള്ളാട്ടിരി, സ്വന്തം നാട്ടുകാര് നമുക്ക് കിട്ടണമെന്ന ഈഗോ ക്ലാഷിന്റെ പേരിൽ നടന്ന യുദ്ധമായിരുന്നു മാമാങ്കം. പിന്നെ നമ്മൾ അറിയപ്പെടുന്നു. 350 വർഷത്തിനിടയിൽ 30ഓളം മാമാങ്കങ്ങൾ നടന്നു. ആ 30 മാമാങ്കങ്ങളിൽ കൊല്ലപ്പെട്ടത് 10,000-കണക്കിന് ആളുകളാണ്. തിരൂരിനടുത്താണ് ഈ തിരുനാവായ ഉള്ളത്. ആ തിരൂരിലാണ് മാപ്പിള ലഹളയിൽപ്പെട്ട ആളുകളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവരെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കലാപകാരികൾ റെയിൽവേ സ്റ്റേഷൻ വളഞ്ഞപ്പോ ആദ്യം വന്ന ട്രെയിനിൽ, ഗുഡ്സ് ട്രെയിനിൽ കയറ്റിയിട്ട് അവരെ വിട്ടു. അതിൽ നിന്ന് ശ്വാസം മുട്ടി പടഞ്ഞ് 100-കണക്കിന് ആളുകൾ മരിച്ചു. അതിനാണ് വാഗൺ ട്രാജഡി എന്ന് പറയുന്നത്. വാഗൺ ട്രാജഡിയേക്കാൾ 1000 ഇരട്ടി വലിയ ട്രാജഡിയാണ് മാമാങ്കത്തിൽ നടന്നത്. നാടുവാഴിത്തത്തിന്റെ ഈഗോ ക്ലേഷാണത്. എന്താണ് നടന്നത് അവിടെ? പട്ടിണിപ്പുര അറിയാവോ? പട്ടിണി കിടക്കുന്നവർക്ക് കഞ്ഞി കൊടുക്കുന്ന പുരയല്ല. മാമാങ്കത്തിൽ യുദ്ധത്തിൽ മരിക്കാത്ത കുറച്ചാളുണ്ടായിരുന്നു, ചാവേറുകൾ. മരിക്കാതെ പിടികൂടപ്പെട്ടവരെ പട്ടിണിപ്പൊരയിൽ കിടത്തിയിട്ട് പട്ടിണി കിടന്ന് മരിച്ചത് 1000-കണക്കിന് ആളുകളാണ്. ഇതൊക്കെ വിശ്വാസത്തിന്റെ പേരിലാണ്. നിങ്ങൾ അറിയാം എന്തൊരു വലിയ മനുഷ്യാവകാശ ലംഘനമാണ് ഈ നമ്മുടെ രാജ്യത്തെ നാടുവാഴിത്തം ചെയ്തത്. അമ്പേന്തി വില്ലേന്തി വാളേന്തിയും തമ്പേറിൻ താളത്തിൽ പോരാടിയും നിലപാടു നിന്ന തിരുമേനിമാർ തലകൊയ്തെറിഞ്ഞു പടകൾ നയിച്ച കഥ. ഇന്നെന്റെ ഉണ്ണിക്ക് അരങ്ങേറുവാൻ
പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അരങ്ങേറുവാൻ വരിക. എന്ത്? കുംഭമേളയും മാമാങ്കവും കണക്ട് ചെയ്യുക. ആ കണക്ട് ചെയ്യുമ്പോൾ ഉത്തരേന്ത്യയിലെ മലിനജലം, യമുന എന്ന് പറയുന്നത്, ഡൽഹിയിലെ യമുന ഇന്ന് അതിഭീകരമായ വിഷം ഒഴുകുന്ന പുഴയായിരിക്കുന്നു. കൃഷ്ണനില്ല. കാളിന്തിയിൽ വിഷം കലർത്തുന്ന കാളിയനെതിരെ സമരം ചെയ്യാൻ കൃഷ്ണനില്ല. ആ വിഷജലം കേരളത്തിലെ സാമൂഹ്യ മണ്ഡലത്തിലെ പുഴകളിലൂടെ ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപരിശ്രമമാണ്. ഗംഭീരമായ ആരതിയാണ്. ചെല്ലുന്നക്കാർക്കൊക്കെ ഭക്ഷണമാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ അങ്ങ് ആകർഷിക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയപരമായി പ്രത്യക്ഷമായി ഇടപെട്ടുകൊണ്ട് എല്ലാ കാലത്തൊന്നും വിജയിക്കാൻ പറ്റില്ല. ഒരു തൃശ്ശൂർ MP കിട്ടി, ഒരു തിരുവനന്തപുരം മേയറെ കിട്ടി എന്നതുകൊണ്ട് ഒരു മുയലിനൊരു ചക്ക കിട്ടി എന്ന് കരുതിയിട്ട് ഒരു ചക്കക്ക് ഒരു മുയലിനെ കിട്ടിയത് കരുതിയിട്ട് എല്ലാ ചക്കക്കും മുയലിനെ കിട്ടൂല. അതാണ് രാജഗോപാൽ MLA ആയെങ്കിലും പിന്നെ MLA ആവാൻ പറ്റിയില്ല. അപ്പൊ എന്താ മാർഗം? നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിൽ ഈ രാജ്യത്തെ നശിപ്പിച്ച കെട്ടുപോയ ആദർശങ്ങൾ, നാടുവാഴിത്തത്തിന്റെ കാലം കൊട്ടയിലെറിഞ്ഞ മൂല്യങ്ങളെ തിരിച്ചെടുത്തുകൊണ്ട്, മൂല്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല അതിനെ, ആ വൃത്തികേടുകളെ തിരിച്ചെടുത്തു കൊണ്ടുവന്നിട്ട് പുതിയ കാലഘട്ടത്തിലെ മനുഷ്യർക്ക്, ഭക്ഷണമില്ലാത്ത മനുഷ്യർക്ക്, തൊഴിലില്ലാത്ത മനുഷ്യർക്ക്, ഒന്നുമില്ലാത്ത, സ്കൂളില്ലാത്ത കാലത്തൊന്നും ഇവരാരും ഉണ്ടായിരുന്നില്ല. അന്ന് മാമാങ്കം നടത്തുന്നവരോ അന്ന് കുംഭമേള നടത്തുന്നവരോ സ്കൂൾ ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല. അവർ വയലുകളിൽ ഞങ്ങളുടെ കുട്ടികൾക്ക് സ്കൂളിൽ പണി കൊടുത്തില്ലെങ്കിൽ, വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ വയലുകളിൽ മുട്ടിപ്പുല്ല് മുളക്കുമെന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോ അതാ കുറെ ആളുകൾ വരുന്നു. അവർ വരുന്നു, കുംഭമേളകളും നാലമ്പല യാത്രകളും മാമാങ്കങ്ങളും നടത്തുന്നു. ഇതൊരു പുതിയ സംസ്കാരമാണ് കേരളത്തിൽ. ഈ സംസ്കാരം കേരളത്തിന്റെ വേറിട്ട് നിൽക്കുന്ന, സഹ്യാദ്രിക്ക് ഇപ്പുറത്ത് ഒരു പ്രത്യേക സംസ്കാരമുണ്ട് നമ്മുടെ നാട്ടിന്. ആ സംസ്കാരം കേവലം ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റും ഉള്ളത് കൊണ്ട് മാത്രമല്ല. ഈ സംസ്കാരം വിശ്വദർശനങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ഇവിടെ 10,000-കണക്കിന് വായനശാലകളുണ്ട്, ഇല്ലേ? ഈ അമ്പലങ്ങളോടനുബന്ധിച്ച്, ഈ ഉത്സവങ്ങളോടനുബന്ധിച്ച് ഒരു പുസ്തകശാല ഒരിടത്തും കണ്ടിട്ടില്ല. ഒരു വായനശാല, ഒരു അമ്പല കമ്മിറ്റി ഉണ്ടാക്കുന്നില്ല. പുസ്തകത്തെ പറ്റി ഗൗരവതരമായ ഒരു ചർച്ച നടക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ പുരാണ കൃതികളെ പറ്റി മിക്ക അമ്പലങ്ങളിലും രാമായണ പാരായണം നടക്കും. കമ്മിറ്റി പ്രസിഡന്റ് പോലും കേട്ടിരിക്കാനുണ്ടാവില്ല. കാരണം ഈ മൈക്കിന്റെ കോളാമ്പി ക്ഷേത്രത്തിലേക്ക് തിരിച്ചു വെക്കും. ദൈവം നന്നായിക്കോട്ടെ, ഇത് കേട്ടിട്ട്, രാമായണം കേട്ടിട്ട് ദൈവം നന്നാക്കിക്കോട്ടെ. ബൗദ്ധിക വികാസം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമവും നമ്മുടെ രാജ്യത്തെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ആളുകൾ ചെയ്യുന്നില്ല. അവർ ഈ രാജ്യത്തിലെ, നമ്മുടെ നാട്ടിലുള്ള സാധാരണ മനുഷ്യന്റെ അറിവിനെ മരവിപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം ഒരു ഭാഗത്ത്, മറുഭാഗത്തോ ആധുനിക മുതലാളിത്ത സംസ്കാരം, ഉപഭോഗ സംസ്കാരത്തിന്റെ അടിമകളാക്കിയിട്ട് യുവാക്കളെ മാറ്റിക്കൊണ്ടിരിക്കുക. നീ 5 സ്റ്റാർ മുട്ടായി നുണഞ്ഞാൽ മതി, നീ ഒന്നും ചെയ്യരുത്. ഒരു പരസ്യം കണ്ടിരുന്നു. ബസ് സ്റ്റോപ്പിൽ 5 സ്റ്റാർ മുട്ടായി നുണഞ്ഞിട്ട് ഒരു പയ്യൻ നിൽക്കുന്നു. ബസ് സ്റ്റോപ്പിലുള്ള ഒരു പ്രായമായ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന്, ബാഗിൽ നിന്ന് എന്തോ ഒരു സാധനം ഉരുണ്ട് റോഡിലേക്ക് പോയി. മോനെ ഒന്നെടുത്തതാ മോനെ. അവൻ എടുത്തു കൊടുത്തില്ല. ഈ മുട്ടായി നുണഞ്ഞ എടുത്തു കൊടുത്തില്ല. ആ സ്ത്രീ റോഡിലേക്ക് ഇറങ്ങി, അതെടുക്കാനും റോഡിലേക്ക് ഇറങ്ങിയ സമയത്ത് ഈ ബസ് സ്റ്റോപ്പിന്റെ മേൽക്കൂര താഴെ വീഴും. ഇവൻ അത് എടുത്തു കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ അടിയിൽപ്പെട്ടി ആ സ്ത്രീ മരിച്ചുപോയി. എടുത്തു കൊടുക്കാത്തത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. എന്നിട്ട് ആ സ്ത്രീ തിരിച്ചു വന്നിട്ട് അവനോട് പറയാ, താങ്ക് യു മോനെ, ഒന്നും ചെയ്യാത്തതിൽ. നല്ല രസമുള്ള, എന്തൊരു ഭാവനാത്മകമായ പരസ്യമാണ്. പക്ഷെ ഈ പരസ്യത്തിന്റെ ഉള്ളിൽ ഒരു ഭീകരതയുണ്ട്. എന്താണെന്നറിയുമോ? നമ്മുടെ യുവാക്കളോട് പറയാ, നീ ഒന്നും ചെയ്യണ്ട. കുഞ്ഞുണ്ണി മാഷ കവിതയിൽ പറയുന്നുണ്ട്,
കണ്ണെടുത്ത് കുപ്പായ കീശയിലിട്ട് കാതെടുത്ത് കമിഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികി നാവെടുത്ത് പുറത്തിട്ട് നാടെല്ലാം നടക്കുന്നതവനവനവനോ, നാടെല്ലാം നടക്കുന്നത് ഇവനിവനിവനോ. നീ ഒന്നും ചെയ്യരുത്. കണ്ണ് കുപ്പായ കീശയിൽ, കീശയിൽ കാശുണ്ടോന്ന് മാത്രം നോക്ക്. കാതെടുത്ത് കമിഴ്ത്തി വെക്കുന്നു. ലോകത്ത് എന്തും സംഭവിച്ചാലും ഞാനൊന്നും അറിയണ്ട. എന്തൊക്കെ അറിയുന്നുണ്ടോ? കേരളത്തിൽ ആ 60 ലക്ഷം കുടുംബങ്ങൾക്ക് അടുത്ത് ഊണ് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇപ്പൊ കേരളത്തിൽ. അറിയാമോ? ദിവസം 67 ഉറുപ്പ്യ 60 ലക്ഷം കുടുംബങ്ങളുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നു. അതിനെപ്പറ്റി ആരെങ്കിലും ഏതെങ്കിലും യുവാക്കൾ ചർച്ച ചെയ്യാറുണ്ട്? മാർത്താണ്ഡവർമ്മ കൊട്ടാര രായസക്കാർ പിരിഞ്ഞു പോയാൽ പിന്നെ കണ്ണും കാതും പോയാൽ പിന്നെ തീർന്നു. അവർക്ക് നാട്ടിലെത്തിയ ഒരു ബന്ധമില്ലാത്തത് കൊണ്ട്, പട്ടിണി ആയതുകൊണ്ടാണ് അവർക്ക് കൊട്ടാരമക മഠങ്ങളിൽ വന്ന് ഊണ് കഴിച്ചോളാൻ പറഞ്ഞത്. കൊട്ടാര രായസക്കാരെന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ ക്ലർക്കുമാർ. വന്നത്തെ മഠത്തിൽ വന്ന് ഊണ് കഴിക്കേണ്ടത് ഉച്ചക്കും രാത്രിയാണ്. ഉച്ചക്ക് വെയിലത്തും രാത്രി ഇരുട്ടത്തും വന്ന് ഊണ് കഴിക്കുമ്പോൾ പലരും വഴിയിൽ തളർന്നു വീഴുന്നത് കൊണ്ടാണ് രാജാവ് പറഞ്ഞത് യുദ്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് പട്ടാളക്കാരോട് ഊണ് പൊതിഞ്ഞിട്ട് വീട്ടിലെത്തിച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് അടുത്ത് ഊണ് കൊടുത്തത്. ഈ ഊണ് പൊതിഞ്ഞ് എത്തിക്കുന്നത് ഒരു ബാധ്യതയായപ്പോൾ ഊണിന് പകരം കാശ് കൊടുത്തിട്ടും ആ പേര് അടുത്തൂണ് തന്നെയായി. അത് ആദ്യത്തെ പെൻഷൻ. അങ്ങനെ ആ പെൻഷന്റെ മലയാളം അടുത്തൂണെന്ന് വന്നത്. മനസ്സിലായോ? 60 ലക്ഷം ആളുകൾക്ക് 67 ഉറുപ്പ്യ ഒരു ദിവസം കൊടുത്താൽ ഭക്ഷണം കഴിക്കാനാവില്ലേ? എന്ന് പറഞ്ഞാൽ മാസം 2000 ഉറുപ്പ്യ ഉണ്ടാവുമ്പോൾ ഒരു ദിവസം 67 ഉറുപ്പ്യ അല്ലേ? 60 ലക്ഷം ക്ഷേമ പെൻഷൻ ആളുകൾക്ക് ദിവസം 67 ഉറുപ്പ്യ കൊടുക്കുന്നില്ലേ? അതൊരു വലിയ സംഭവമല്ലേ? അത് വലിയ സംഭവമല്ലേ? അതൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് അഹന്തയുള്ള ജനാധിപത്യം വളരരുത്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടും. ഈ പെൻഷൻ കൊടുത്തതൊന്നും എനിക്ക് വിഷയമല്ല. എങ്ങനെയാ സച്ചി മാഷക്ക് എങ്ങനെ പറയാൻ തോന്നിയത്? ഈ പാവപ്പെട്ടവർക്ക് പെൻഷൻ തുടർന്ന് കിട്ടുമോ? 18 മാസം കുടിശ്ശിയാക്കി വെച്ചവരാണോ? കേരളത്തിൽ 10 വർഷം ഒരു മഹാദുരന്തം. 10 വർഷമായിട്ട് കേരളത്തിൽ ഒരു മഹാദുരന്തങ്ങൾ, 5 ദുരന്തങ്ങൾ അനുഭവിക്കുക. 1 കോവിഡ്, 2 നിപ്പ, 3 പ്രളയം, 4 ഉരുൾപൊട്ടൽ, 5 കേന്ദ്രത്തിലെ ഭരണം. അത് കേരളത്തിന്റെ ദുരന്തമാണ്. ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലത്ത് കേന്ദ്രത്തിൽ ഇവരല്ല, പദ്ധതി വിഹിതം ഉണ്ടായിരുന്നു. ബാലഗോപാലൻ മിനിസ്റ്റർ കേരളത്തിൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ ഇനി തിരുവനന്തപുരം കോർപ്പറേഷന് പൈസ വെക്കൂലേ? ബജറ്റ് വിഹിതത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വേറെ പാർട്ടി ഭരിക്കുന്നത് കൊണ്ടായി പൈസ വെക്കാതിരിക്കുന്നാൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ആ തോന്നിയാസമല്ലേ നിർമ്മലാ സീതാരാമന്റെ ബജറ്റ്? നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ കേരളം ഇല്ലല്ലോ. ആമമുട്ടിയല്ലേ ഉള്ളൂ. കേരളം ഇല്ലല്ലോ. കേരളത്തിൽ പകുതി പഞ്ചായത്തുകൾ UDF ഭരിക്കുകയല്ലേ. അപ്പൊ LDFന്റെ ഗവൺമെന്റ് ആ പഞ്ചായത്തുകൾക്ക് പദ്ധതി വീതം കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസാണ്? ഈ കേരളം ചെയ്ത അപരാധം എന്താണ്? കേരളം വളർന്നു എന്ന കുറ്റമാണ്. കേരളം വളർന്നുപോയി എന്ന കുറ്റമാണ്. ആ കുറ്റത്തിന് കേരളത്തെ ശിക്ഷിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ സാംസ്കാരിക വിരുദ്ധ പ്രവർത്തനം. അതിനെ നേരിടണം. ഈ കേരളത്തിലെ ജനതയെ കൂടെ നിർത്താൻ കഴിയണം. മറ്റു ഭരണത്തിന്റെ പ്രക്രിയകളോ അതിന്റെ വിഷയങ്ങളൊക്കെ അതൊക്കെ വേറെ. മെയിൻ പ്രശ്നം ഇതാണ്. അപ്പൊ കാതെടുത്ത് കമത്തി വെക്കുക. ലോകത്ത് എന്ത് സംഭവിച്ചാലും എനിക്കിതൊന്നും കേൾക്കേണ്ടതില്ല, ഞാനിതിൽ നിന്നെല്ലാം വേറെയാണ്. കണ്ണൂര് കഴിഞ്ഞ ദിവസം 12:45 കണ്ണൂര് താഴെ ചൊവ്വ ഭയങ്കര ബ്ലോക്ക്. ഞാൻ കാർ ഓടിച്ച ഒരു പരിപാടി കഴിഞ്ഞ് വരിക. ഭയങ്കര ബ്ലോക്ക്. എന്താ ബ്ലോക്ക്? ആക്സിഡന്റ് ആണ്, ഒന്നുമല്ല. പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, അതുമല്ല. 1000-ഓളം യുവാക്കൾ ക്യൂ നിൽക്കുന്നുണ്ട്. 12:45 രാത്രി. അവിടെ നന്ദി മന്തി എന്ന് പറഞ്ഞൊരു പുതിയ കട തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഉദ്ഘാടനം പ്രമാണിച്ചും മന്തിക്ക് പകുതി പൈസയും സബ്സിഡി ഉണ്ട്. പകുതി പൈസയുടെ മന്തി തിന്നാൻ വേണ്ടിയിട്ട് 1000-ഓളം യുവാക്കൾ രാത്രി 12:45 ക്യൂ നിൽക്കുന്നു. കൃഷിഭവനിൽ സബ്സിഡി കൊടുക്കുന്നുണ്ടല്ലോ, അത് വാങ്ങാൻ ഈ പയ്യന് ഒരു ഫോറം പൂരിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല അവന്റെ അച്ഛന്. മന്തിന്റെ സബ്സിഡി വാങ്ങാൻ ഇവൻ പാതിരയ്ക്ക് ക്യൂ നിൽക്കുന്നു. കണ്ടോ? അതാണ് കാതെടുത്ത് കമിഴ്ത്തി വെച്ച് തലയെടുത്ത് വയറ്റിൽ തിരികുന്നു ചിന്ത.
ഇതാണ് തിന്നേണ്ട കാര്യത്തെപ്പറ്റി മാത്രമുള്ള ചിന്തയാണ്. അങ്ങനെയുള്ള ഒരു തലമുറ നമ്മുടെ മുന്നിൽ വരും. അവരുടെ പ്രതികരണശേഷിയും അവരുടെ കലാപബോധം വേണ്ടേ ഒരു സമൂഹത്തിന്? ഭരണാധികാരി ഒരു അനീതി പ്രവർത്തിക്കുമ്പോൾ ആ നഗരം കത്തിയെരിഞ്ഞില്ലെങ്കിൽ ആ സമൂഹം നശിച്ചു പോകുമെന്നൊരു പ്രയോഗമുണ്ട്. ആവശ്യത്തിന് ബഹളം വെക്കാൻ ആരുമില്ല, പകരം അനാവശ്യത്തിന് ബഹളം വെക്കാൻ ആളുണ്ട്. ഭജൻസിന്റെ പുറകെ പോകാൻ ആയിരങ്ങളുണ്ട്. പുതിയൊരു ട്രെൻഡാണ് കേരളത്തിൽ ഭജൻസ്. വയലാർ എഴുതിയ ഭജൻസിനേക്കാൾ നല്ലൊരു ഭജൻസ് കേരളത്തിൽ ഒരാളും എഴുതിയിട്ടില്ല. ഉണ്ടോ അദ്ദേഹം എഴുതിയ പാട്ടുകൾ? പക്ഷെ അതിൽ ഫിലോസഫിക്കലായ മൂല്യമുണ്ടായിരുന്നു. അതിൽ ഫിലോസഫി, നെഞ്ചിലെ വെളിച്ചത്തിൻ കതിരെടുത്ത് അതിൽ നിൻ പ്രസാദം ചാലിച്ച് നെറ്റിയിലിട്ട് എന്ന് പറയുമ്പോ ഉള്ളിലെ വെളിച്ചമാണ് പ്രധാനമെന്ന് അതിലുണ്ടായിരുന്നു. ആ വെളിച്ചത്തെ കുറിച്ചാണ് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്, ഈ വെളിച്ചത്തിനെന്തൊരു വെളിച്ചാണ്. എന്നാൽ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പുറത്തുള്ള വെളിച്ചം LED ബൾബുകൾ 1 ലക്ഷം 10 ലക്ഷം LED ബൾബുകൾ സ്ഥാപിക്കുന്നു. പക്ഷെ അവിടെ പോകുന്ന ആളുകളുടെ ആന്തരിക വെളിച്ചമോ? അമ്പലങ്ങൾ ഗംഭീരമായി വളരുന്നു, പള്ളികൾ വളരുന്നു, കുർബാനകൾ വളരുന്നു, പ്രാർത്ഥനകൾ വളരുന്നു, ഉറൂസുകൾ വളരുന്നു. പക്ഷേ സത്യം തളരുന്നു, സ്നേഹം തളരുന്നു, ദയ തളരുന്നു, കാരുണ്യം തളരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇത് ആധുനിക മുതലാളിത്തത്തിന്റെ ഒരു പുതിയ പ്രവണത. ഒരു ഭാഗത്ത് അകർമ്മണ്യതയിലേക്ക് നയിക്കുന്ന അന്ധവിശ്വാസങ്ങൾ, മറുഭാഗത്ത് അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ആധുനിക മുതലാളിത്ത സംസ്കാരം. ഇത് രണ്ട് സംസ്കാരങ്ങൾ കൂടിയിട്ട് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ സമാന്തരമായ ഒരു കേരളമുണ്ട്. സ്നേഹത്തിന്റെ കേരളം, ദയയുടെ കേരളം, സഹായത്തിന്റെ കേരളം, വികസനത്തിന്റെ കേരളം, സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വികാസത്തിന്റെ കേരളം. ആ കേരളത്തെ ലോകത്തെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തെ പറ്റി സിനിമകൾ ഉണ്ടാക്കിയിട്ട് അവാർഡ് വാങ്ങുന്നു. എന്താ സിനിമ? ബീഫ് തിന്നാത്തതിന്റെ പേരിൽ ഹിന്ദുവിനെ ഉപദ്രവിക്കുന്ന മുസ്ലിമിന്റെ ചിത്രം എവിടെയുണ്ടോ അങ്ങനെ? എന്നാ ഉത്തരേന്ത്യയിൽ എന്താണ്? ഉത്തരേന്ത്യയിൽ ബീഫാണെന്ന് പറഞ്ഞിട്ട് എത്രയോ മുസ്ലിങ്ങളെ അടിച്ചു കൊന്ന ചരിത്രമുണ്ട്. എന്നാൽ കേരളത്തിൽ ബീഫ് കഴിക്കാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഹിന്ദുവിന് അടി കിട്ടിയ ചരിത്രമുണ്ടോ? എന്നാൽ സിനിമയിൽ അത് അവതരിപ്പിക്കുക, ബീഫ് തിന്നടാന്ന് പറഞ്ഞ് തീറ്റിക്കുന്ന കേരളം. ആ സിനിമക്ക് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ദേശീയ അവാർഡ് കൊടുക്കുക. ആ ഒരൊറ്റ കാരണം കൊണ്ട്. ഇവിടെ പച്ച വർഗീയത പറഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടുമെന്ന് ഉറപ്പാണ്. പച്ച വർഗീയത പറഞ്ഞാൽ എന്താണ്? ഒരു സിനിമാ നടനായിരിക്കുന്ന ഒരാള് ഈ കേരളത്തിലെ സമൂഹത്തിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്ന വിഷം എത്ര ഭീകരമാണ്. അതെന്ത് ചെയ്താലും ഇവിടെ കേരളത്തിന് ആ വിഷം വിളമ്പുന്നാക്ക് മന്ത്രിസ്ഥാനമല്ലാതെ കേരളത്തിലെ ജനത്തിന് ഒന്നും കൊടുക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ സംഘടനകൾ എന്തു ചെയ്യണം? സംഘടന എന്ന് പറഞ്ഞാൽ സമ്യക്കായ ഒരു ഘടനയാണ്. നിങ്ങളുടെ സേവന വേതന വ്യവസ്ഥകളെ കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി പൊരുതണം. ഒരു സംഘടനയുടെ പ്രസക്തി എവിടെയാണ്? ഒരു സംഘടനയ്ക്ക് ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം വെളിയം ഭാർഗവനിൽ നിന്ന് പഠിക്കണം. എന്താ വെളിയം ഭാർഗവനിൽ നിന്ന് പഠിക്കേണ്ടത്? വെളിയം ഭാർഗവൻ സന്യാസിയായി മാറിയ ആളാണ്. NE ബാലറാമും സന്യാസിയായി മാറിയ ആളാണ്. അവർ രണ്ടുപേരും സന്യാസിയായി പോകുമ്പോഴാണ് ഉള്ളൂരിന്റെ വരികൾ കേട്ടത്. തന്നാൽ കരയേറേണ്ടവരെത്ര പേരോ താഴത്തുപാഴ്ചേറിലമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിധിക്കെന്ത് ചാരിതാർത്ഥ്യം. തന്നാൽ രക്ഷപ്പെടേണ്ട എത്രയോ മനുഷ്യർ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും ചലിക്കുണ്ടിൽ, അജ്ഞതയുടെ ചലിക്കുണ്ടിൽ ആണ്ടുകിടക്കുമ്പോൾ താനൊറ്റയിൽ തപസ് ചെയ്തിട്ട് മോക്ഷം പ്രാപിക്കാൻ ശ്രമിക്കുന്ന തപോനിധിക്ക് എന്ത് ചാരിതാർത്ഥ്യമാണ് എന്ന ആ ആദർശം മനസ്സിലാക്കിയിട്ടാണ് സന്യാസവേഷം വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയത്തിലേക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്കും ഇറങ്ങിയത് വെളിയം ഭാർഗവൻ ആശാനും NE ബാലറാം. നമ്മുടെ സംഘടന, നമ്മുടെ സേവന വേതന വ്യവസ്ഥകളെ ചെയ്യുന്നത് പോലെ തന്നെ ഈ ശമ്പളം തരുന്നത്
സാധാരണ മനുഷ്യരുടെ ടാക്സിലൂടെയാണ്. ആ സമൂഹത്തെ പുനരുദ്ധരിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മേഖലകളിൽ നമ്മളെപ്പറ്റിയും ചിന്തിക്കണം, നമ്മുടെ ചുറ്റുവട്ടമുള്ള സമൂഹത്തെ പറ്റിയും ചിന്തിക്കണം. ആ സമൂഹവും വ്യക്തിയും ഒത്തുചേരുന്ന പ്രക്രിയക്കാണ് സംസ്കാരം എന്ന് പറയുന്നത്. എല്ലാവരും ഒറ്റക്കൊറ്റക്കായിട്ട് അവനവനിലേക്ക് ചുരുങ്ങുമ്പോൾ സംസ്കാരം നശിച്ചു പോകും. സംസ്കാരം ഉണ്ടാകുന്നത് അമ്പരചുംബികളായ കെട്ടിടങ്ങളിലോ കൊട്ടാരക്കെട്ടുകളിൽ നിന്നോ അല്ല. സംസ്കാരം ഉണ്ടായത് തെരുവുകളിൽ നിന്നാണ്. വാക്കുകൾ ഉണ്ടായത് തെരുവുകളിൽ നിന്നാണ്. തെരുവിൽ നിന്നാണ്. ഒരു പണ്ഡിതന്റെയും തൂലികത്തുമ്പിൽ നിന്നല്ല വാക്കുകൾ ഉണ്ടായത്, നാരായത്തുമ്പിൽ നിന്നല്ല വാക്കുകൾ ഉണ്ടായത്. വാക്കുകളെല്ലാം ഉണ്ടായത് മനുഷ്യക്കൂട്ടങ്ങളിൽ നിന്നാണ്. വിവാഹ വീടുകളിൽ, മരണ വീടുകളിൽ, തെരുവുകളിൽ, കളിസ്ഥലങ്ങളിൽ നിന്നാണ് പുതിയ വാക്കുകൾ ഉണ്ടായത്. യമണ്ടൻ പ്രണയകഥ എന്നൊരു സിനിമയുണ്ട്. യമണ്ടൻ പ്രണയകഥ. എന്താ യമണ്ടൻ? യമണ്ടൻ എന്ന വാക്ക് എവിടുന്ന് വന്നു? യമണ്ടൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരൻ എന്നാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ, എൻ്റെ നാട്ടിലൊക്കെ ഫോറസ്റ്റിന്റെ സൈഡായതുകൊണ്ട് ഇഷ്ടം പോലെ രാജവമ്പാലയുണ്ടാവും. യമണ്ടൻ പാമ്പ് എന്നാ പറയുക. ഭയങ്കരം പാമ്പ്. നല്ല സ്ട്രോങ് മദ്യം കുടിച്ചപ്പുറം യമണ്ടൻ സാധനമാണ്. യമണ്ടൻ എന്ന വാക്കം ഇവിടുന്ന് വീണു. ഞാനതിനെപ്പറ്റി അന്വേഷണം നടത്തി. യമണ്ടൻ എന്ന അന്വേഷണം നടത്തിയപ്പോൾ രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ നമ്മുടെ തെരുവുകളിൽ ഷട്ടർ വരുന്നതിന് മുമ്പ് നിരപ്പലകൾ ഊരിയിട്ട് കടയുടെ മുന്നിലും അപ്പുറത്തും ഇപ്പുറത്തും അട്ടി വെച്ചിട്ട് അവിടെ 2 പത്രവും ഉണ്ടാവും. അവിടെ ആളുകൾ വന്നിരിക്കുമ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ യുദ്ധവാർത്തകൾ വർത്തമാനം പറയുമ്പോൾ ഉണ്ടായ വാക്കാണ് യമണ്ടൻ. ജപ്പാന്റെ കപ്പലാ. ഈ കപ്പല് മുങ്ങിക്കപ്പലാ, മോന്തായം ശൂലമാ. ബ്രിട്ടന്റെ സഖ്യകക്ഷികളുടെ അടിയിൽ പോയിട്ട് ജർമ്മനിയുടെയും ജപ്പാന്റെയും ഈ യമണ്ട കപ്പൽ പോയിട്ട് ഒറ്റ പൊങ്ങൽ പൊങ്ങും. എന്നിട്ട് കുത്തി ഓട്ടയാക്കിയിട്ട് വെള്ളം കയറ്റി മുക്കിക്കളയും. ഈ കപ്പലിനെ പേടിച്ചിട്ട് അന്ന് പറയുന്ന പേരാണ് ഭയങ്കര കപ്പൽ എന്ന രീതിയിൽ യമണ്ടൻ. അപ്പൊ ജപ്പാനീസ് ഭാഷയാണോ ജർമ്മൻ ഭാഷയാണോ നോക്കി, അങ്ങനെ ഒരു ഭാഷയിലില്ല, അങ്ങനെ ഒരു പേരില്ല യമണ്ടൻ. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് M10 എന്നായിരുന്നു കപ്പലിന്റെ പേര്. M10 ആണ് മലയാളികൾ എന്താക്കിയത്? യമണ്ടനാക്കിയത്. ഒരു വാക്ക് വന്ന വഴി കണ്ടോ? ഒരു വാക്ക് വന്ന വഴിയാണത്. ഈ വാക്കുകളെല്ലാം ഉണ്ടായത് തെരുവിൽ നിന്നാണ്. നമ്മുടെ ആളുകളുമായിട്ടുള്ള സംവേദനം കുറയുന്നു. ഇപ്പൊ ആരും മിണ്ടുന്നില്ല. സോഷ്യൽ മീഡിയ വ്യാപകമായതോടുകൂടി അമ്മയും മകനും പോലും സംഭാഷണമെല്ലാം ഇതിലൂടെയാണ്. ചോറായി, അമ്മ മെസ്സേജ് അയക്കുന്നു. അപ്പൊ റൂമിൽ നിന്ന് മകൻ കറി എന്താണ്? അപ്പൊ അമ്മ അങ്ങോട്ട് സാമ്പാറു എനിക്ക് വേണ്ട. അപ്പൊ മീന് ചൂടാക്കി വെക്കാം. അപ്പോ ഡബിളം ഇനി ഞാൻ കിടക്കട്ടെ. ഡബിളം. ഭാഷകൾ മരിച്ചു പോകും. ഇമോജികൾ ബാക്കിയാവുകയും വാക്കുകൾ നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ലോകത്തേക്ക് പോവുകയാണ്. ഉച്ചാരണമില്ല. വാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതുന്നതല്ല. ക്ക് എന്ന് പറയുന്നത് തൊണ്ടയിൽ നിന്ന് വരുന്ന ക്ക് അക്ഷരം. ക്ക് എന്നത് തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരം. അത് വായിലൂടെ പുറത്തു വരുമ്പോൾ വാക്ക്. ഉച്ചരിക്കുന്നത് വാക്ക്, എഴുതുന്നതല്ല വാക്ക്. മിണ്ടാൻ മറന്നു പോകുന്നു, പറയാൻ മറന്നു പോകുന്നു. എല്ലാവരും ചെവിയിൽ വെച്ചിട്ട്. ഞാനൊരു ദിവസം ട്രെയിനിൽ പോകുമ്പോൾ കോഴിക്കോട് നിന്ന് ഒരു കോളേജ് പൂട്ടിയിട്ട് ഹോസ്റ്റലിലെ കുട്ടികൾ മുഴുവൻ ട്രെയിനിലുണ്ട്. ഇരിക്കാൻ സ്ഥലമില്ല. എന്നാലും കുട്ടികൾ പറയുന്നത് കേൾക്കാലോ. ജെൻസിയുടെ ട്രെൻഡ് എന്താണെന്നറിയണ്ടേ? എന്ത് ട്രെൻഡ്? കണ്ണൂർ എത്തുന്നത് വരെ ഒരു ജെൻസി അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല. എല്ലാം ഇങ്ങനെ ICU കിടക്കുന്ന രോഗികളെ പോലെ വയറും കുത്തി ഇങ്ങനെ ഇരിക്കുക. ഒരക്ഷരം മിണ്ടുന്നില്ല ഇവര്, ഒന്നും പറയുന്നില്ല ഇവര്. മിണ്ടാൻ പഠിപ്പിക്കണം. സംസ്കാരം വർത്തമാനങ്ങളിലൂടെയാണ് സംസ്കാരം ഉണ്ടായത്. ഒരു ജനതയുടെ സംസ്കാരം രൂപപ്പെട്ടത് അവർ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടും പണ്ഡിതന്മാരായിട്ടല്ല. സാധാരണ ജനക്കൂട്ടത്തിന്റെ സംസ്കാരം ഉണ്ടാവണം. അന്ന് ആ ജനക്കൂട്ടങ്ങളെല്ലാം ഒറ്റക്കൊറ്റക്കായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ സംഘടന എന്ന് പറഞ്ഞ എന്താ? നിങ്ങൾ ഒരുപാട് മെമ്പർഷിപ്പ് ഉള്ളവർ ഒത്തിരിക്കുന്നത് മാത്രമല്ല സംഘടന. ഒരുപാട് മനസ്സുകൾ, ഒരുപാട് ഹൃദയങ്ങൾ, ഒരുപാട് സംസ്കാരങ്ങൾ ഒത്തുചേരലാണ് സംഘടന. അത് ഒത്തുചേരണം. പാട്ടുകൾ പാടണം, കഥകൾ പറയണം, കവിതകൾ ചൊല്ലണം. സുമേഷ് കൃഷ്ണന്റെ പുതിയ പുസ്തകത്തിന് നിങ്ങൾ അവാർഡ് കൊടുത്തു. ആ പുസ്തകത്തെ പറ്റി ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്.
കേരളം അറിയപ്പെടുന്ന, ഇന്ത്യ അറിയപ്പെടുന്ന പ്രഗത്ഭരായിരിക്കുന്ന കുറെ വ്യക്തികളെ കുറിച്ചിട്ടുള്ള 13 അല്ലേ 25 വ്യക്തികളെ കുറിച്ചുള്ള കവിതകളാണത്. 25 വ്യക്തികളെ കുറിച്ചുള്ള കവിതകളാണ്. പണ്ടെല്ലാം കവിത മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരു ടിപ്പണി വേണം, അല്ലെങ്കിൽ വ്യാഖ്യാതാക്കളോ നിരൂപകന്മാരോ വേണം അറിയണമെങ്കിൽ. ഇപ്പോഴത്തെ കവിതകളെല്ലാം സിമ്പിളാണ്. എന്നിട്ടും എന്തേ വായിക്കാത്തത്? നേരിട്ട് സംവേദിക്കുന്ന വരികളാണ് ഇപ്പോഴത്തെ കവിതകൾ. ഒന്നും വ്യാഖ്യാനവും വേണ്ട. അലി കടുകശ്ശേരിയുടെ ഒരു കവിത കേട്ടിട്ടുണ്ടോ? കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് ചോദിച്ചു, നമ്മളും മനുഷ്യരും തമ്മിൽ എന്താണമ്മേ വ്യത്യാസം? അമ്മക്കിളി പറഞ്ഞു, നമ്മൾ കിളികൾ, ഉറങ്ങുമ്പോഴും കിളികളാണ്, ഉണർന്നാലും കിളികളാണ്. അവർ മനുഷ്യർ, ഉറങ്ങുമ്പോൾ മനുഷ്യരാണ്, ഉണർന്നാൽ ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനിയാണ്. ഇതാണ് വ്യത്യാസം. ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളുടെ സഹായം വേണ്ടല്ലോ. ഇത്തരത്തിൽ സിമ്പിളായ കവിതകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ആ കവിതകളിലേക്ക് പോകണം. നിങ്ങൾ കേരളത്തിൻ്റെ ഭരണസിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ്. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ആർദ്രതയും നിങ്ങളുടെ സംസ്കാരവുമാണ് കേരളത്തിൻ്റെ ഭാവിയെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുക. അതുകൊണ്ട് സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ജനങ്ങളുമായിട്ടുണ്ടാവണം. എങ്ങനെയാണ് സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നത്? എസ് എന്ന് പറഞ്ഞാൽ സ്മൈൽ, ഒന്ന് പുഞ്ചിരിക്കണം വരുന്ന ആളോട്. പുഞ്ചിരിക്കാൻ മറന്നുപോകുന്നൊരു ലോകമാണിപ്പോൾ ഉള്ളത്, അല്ലേ? എൻ്റെ നാട്ടിലെ ഒരു കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനത്തിന് ഒരു പരിപാടി വെച്ചു. പരിപാടി ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ സംഗമമായിരുന്നു. അപ്പൂപ്പൻ അമ്മൂമ്മ സംഗമം. ഇരിക്കാൻ സ്ഥലമില്ലാത്ത അത്ര ആൾ വന്നു. കാരണം ഒരു കുട്ടിക്ക് 4 ആൾ ഉണ്ടാവുമല്ലോ. അവരെ മുഴുവൻ ഒരരികിലിരുത്തി മറുഭാഗത്ത് കുട്ടികളെ ഇരുത്തി എന്നെ ക്ലാസ് എടുക്കാൻ വിളിച്ചതാ. പ്രിൻസിപ്പള്, ഒരു ടീച്ചർ അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഇവരെ സ്നേഹിക്കണം, സഹായിക്കണം, പരിഗണിക്കണം എന്ന് പറയുമ്പോൾ ടീച്ചർ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിൽ ഇതുപോലൊരു കാലം പഴുത്തു വീഴുമെന്ന് ഓർക്കണം. അതുകൊണ്ട് ചിരിക്കല്ലേ. കുട്ടികൾ യെസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പയ്യൻ എഴുന്നേറ്റൊരു സംശയം. ടീച്ചർ ഒരു സംശയം, എന്താ? പഴുത്ത പ്ലാവിലെ വീഴുമ്പോൾ പച്ചപ്ലാവിലെ ചിരിക്കാതിരുന്ന പഴുക്കാണ്ടിക്കോ? എന്തായാലും പഴുക്കൂലേ? ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാ. ചിരിക്കാൻ മറന്നു പോകുന്ന ഒരു തലമുറ. എന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേനെ. നല്ല പാട്ടുകളില്ലേ പുഞ്ചിരിയെ പറ്റി? നിങ്ങൾ ചിരിച്ചാൽ പോരാ, നിങ്ങളുടെ വീടുകൾ ചിരിക്കണം. വീടിൻ്റെ വാതിലുകൾ അടഞ്ഞു കിടക്കുന്നു, സംസ്കാരം അടഞ്ഞു കിടക്കുന്നു. വാതിൽ തുറന്നിട്ട് പ്രകൃതിയെയും മനുഷ്യരെയും കാണണം. ഓപ്പൺ ദി ഹേർഡ്, ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. വർത്തമാനം പറയുന്ന മുഴുവൻ ദുഷിപ്പല്ലേ? ഓഫീസുകളിലാവട്ടെ, സ്കൂളുകളിലെ സ്റ്റാഫ് റൂമുകളാവട്ടെ, വീട്ടിലെ ചർച്ചകളാവട്ടെ. ആ MLA ഒന്നിനും കൊള്ളൂല, ആ മന്ത്രി പോക്ക, ആ മനുഷ്യൻ പോക്ക, എല്ലാവരും മോശം. ഒരാളേ ഉള്ളൂ ലോകത്ത് നല്ല, ഞാൻ മാത്രം. ഇത് കേട്ടിട്ട് പുതിയ തലമുറയുടെ മനോഭാവം, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാൻ മാത്രം ശരി, നിങ്ങളൊന്നും ശരിയല്ല എന്ന ഒരു ടീം വളർന്നു വരിക. അത് നിങ്ങൾക്ക് രാത്രി 7 മണിക്ക് ശേഷം റോഡിൽ കാണാം. എന്റെ വണ്ടിയുടെ LED ബൾബിന്റെ ലൈറ്റ് കൊണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട് മുറിച്ച് കിടക്കുന്ന ആളെ കാണാതെ അടിച്ചു തെറിപ്പിച്ചാലും, മതിലിൽ പോയി അടിച്ചാലും, കുഴിയിൽ പോയി മറഞ്ഞാലും ഞാൻ ഡിമ്മ് തരില്ലടാ. ഡിമ്മ് എന്താ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ അപേക്ഷ കൊടുത്ത് പാസ്സാക്കി എടുക്കേണ്ടതാണോ? കൈ ഇങ്ങനെയൊക്കെ ഡിമ്മ തരില്ല. ഭൂരിപക്ഷം ഡ്രൈവർമാർ ഡിമ്മ് കൊടുക്കുന്നില്ല. അത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ മനോഭാവം വീടുകളിൽ നിന്ന് വളർത്തിയതാണ്. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാൻ എൻ്റെ റോഡാണ്, നിന്റെ റോഡാണിത് എന്ന ബോധമുണർത്തുന്ന ഒരു തലമുറയെ വളർത്തണം. അതുകൊണ്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയണം. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ. സുഗതകുമാരിയുടെ വരിയാണ്. ഈ ലോകത്ത് ഒരുപാട് പരുക്കൻ പ്രശ്നങ്ങളുമുണ്ടെങ്കിലും പൂന്തോട്ടങ്ങളുമുണ്ട്. ഫോർവേഡിൽ മുന്നോട്ട് കുനിയണം, അഹന്ത വേണ്ട. ടച്ച്, ശരീരത്തിലും മനസ്സിലും ഹൃദയത്തിലും തൊട്ട് സംസാരിക്കണം. കഴിഞ്ഞ ദിവസം ഹഗ് ഡേ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ആലിംഗനം എന്ന് പറയുന്നത് മനുഷ്യന്റെ വൈകാരികമായിട്ട് ഇത്രയും ആശ്വാസം കൊടുക്കുന്ന വേറെയില്ല. എന്ന ആലിംഗനങ്ങൾ മുഴുവൻ കാമഭ്രാന്തന്മാർക്ക് മാത്രം വിട്ടുകൊടുത്തിട്ട് സ്നേഹത്തിന്റെ ആലിംഗനങ്ങൾ നമ്മൾ മറന്നുപോവുക. ഒന്ന് കെട്ടിപ്പിടിക്കാൻ, ഒന്ന് മുത്തം കൊടുക്കാൻ, ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ, ഒന്ന് തലോടാൻ നമുക്ക് ആർക്കും നേരമില്ല. ഒന്ന് ചുമലിൽ കൈവെക്കാൻ
ടച്ചില്ല. ത്വക്ക് ഒരു ഇന്ദ്രിയല്ലേ, കണ്ണ് മൂക്ക് നാക്ക് കാത് മാത്രമല്ലല്ലോ, ഇവിടെയല്ലേ അനുഭൂതി രോമാഞ്ചോ അത്ഭുതമൊക്കെ ഉണ്ടാകുമ്പോൾ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്ന രോമാഞ്ചം. ഇനി രോമം ഇല്ലാത്താക്ക് തോലാഞ്ചം ഉണ്ടാവും. അവിടെയൊന്ന് തൊടണ്ടേ, തലോടണ്ടേ, ടച്ച്, ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി വർത്തമാനം പറയാം. വന്നിരിക്കുന്ന മനുഷ്യരുടെ കണ്ണുകൾ, കുടുംബാംഗങ്ങൾ പരസ്പരം കണ്ണിൽ നോക്കാറുണ്ടോ? കണ്ണിൻ്റെ സൗന്ദര്യം വെച്ചിട്ട് എൻ്റെ നാട്ടിലൊക്കെ പേരുണ്ടായിരുന്നു കേട്ടോ. സ്ത്രീകൾക്ക് അക്ഷി എന്ന് അവസാനിക്കുന്ന പേര് അക്ഷി കണ്ണല്ലേ. അംബുജാക്ഷി, കമലാക്ഷി, പങ്കജാക്ഷി, മീനാക്ഷി, വിശാലാക്ഷി. വലിയ കണ്ണുള്ളവൾ സുന്ദരി, വിശാലാക്ഷി. നേരെ തിരിച്ചാ, പുരുഷന്മാർക്ക് ചെറിയ കണ്ണ സുന്ദരൻ, അതുകൊണ്ട് പുരുഷന്മാരെ കുഞ്ഞിക്കണ്ണെന്ന് വിളിച്ചു അല്ലേ. വിശാലാക്ഷിയും കുഞ്ഞിക്കണ്ണനുമാണ്. കണ്ണിന്റെ സൗന്ദര്യം, മഞ്ജു വാര്യരുടെ കണ്ണിന്റെ അല്പം വലുപ്പം കുറഞ്ഞു എന്നുള്ള ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതിലും വലിയ കണ്ണും നോക്കിപ്പോയി. എന്തെല്ലാം പുകിലുണ്ടായേ അല്ലേ, എന്തെല്ലാം പുകില കേരളത്തിലുണ്ടായേ. 2-3 വർഷമായിട്ട് ഇതല്ലേ ഉള്ളൂ വാർത്ത. ഒറ്റ പ്രശ്നം കണ്ണാണ്. ആ കണ്ണിൽ നോക്കി വർത്തമാനം പറയണം. അടുത്തത് നോഡിങ്, പരസ്പരം അംഗീകരിക്കണം. ജനാധിപത്യത്തിന്റെ ബോഡി ലാംഗ്വേജ് നോഡിങ് ആണ്. തലകുലുക്കണം, അംഗീകരിക്കണം. പഞ്ചായത്ത് മെമ്പറേയും മുനിസിപ്പൽ കൗൺസിലറേയും MLA യും MP യും വോട്ട് ചെയ്യലല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് പഠിക്കണം. കുടുംബാംഗങ്ങൾ പരസ്പരം അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ പഠിപ്പിക്കണം. മനുഷ്യനും ഒത്തുചേരുന്നതിൻ്റെ രസതന്ത്രമാണ് ഡെമോക്രസി. അത് പരസ്പരം അംഗീകരിക്കണം, പറഞ്ഞത് അംഗീകരിക്കണം. പറയാൻ ഒരു നാവും കേൾക്കാൻ 2 ചെവിയുണ്ട്. പറഞ്ഞതിൻ്റെ ഇരട്ടി കേൾക്കണം, കേൾക്കാനും സമ്മതിക്കാനും തയ്യാറാവണം. അല്ലാതെ ഞാൻ പറഞ്ഞത് മാത്രം ശരിയെന്ന മട്ടിൽ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ പ്രവർത്തകരും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് കുടുങ്ങിപ്പോയിരിക്കുന്നു. പണ്ട് എല്ലാ പാർട്ടിക്കാരും പരസ്പരം കാണുകയും പറയുകയും ചെയ്യും. ഇപ്പോ ഒരു പാർട്ടിന്റെ വീട്ടിൽ, അയാളുടെ വീട്ടിൽ ഒരു കല്യാണത്തിന് മറ്റേ പാർട്ടിക്കാരൻ പോയാൽ വലിയ സംഭവമാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ വലിയ സംഭവമാണ്. പരസ്പരം ഒരുമിച്ച് ഫോട്ടോ എടുത്താൽ വലിയ സംഭവമാണ്. അങ്ങനെയുണ്ടോ ഒന്ന്? എന്തൊരു ഇതെന്താ യുദ്ധമാണോ നടക്കുന്നത്? ആശയപരമായ വേർതിരിവല്ലേ, വ്യക്തികൾ തമ്മിൽ സൗഹൃദമായി കൂടെ? എന്നാൽ അതെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ പിച്ചി ചീന്തപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ മനുഷ്യനും തമ്മിൽ രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായ ഒരു സൗഹാർദ്ദം ഉണ്ടാക്കണം. മതത്തിന്റെ പേരിൽ വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കരുതെന്ന് പറയുന്ന രാഷ്ട്രീയക്കാർ എന്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ സൗഹൃദം ഉണ്ടാക്കുന്നില്ല? പരസ്പരം ബഹുമാനവും സ്നേഹവും പ്രകടിപ്പിക്കുന്നില്ല. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് പരിഹരിക്കാൻ നോഡി, അങ്ങനെ സ്മൈൽ, ഓപ്പൺ ഹെഡ്, ഫോർവേഡ് ലീൻ, ടച്ച്, ഐ കോണ്ടാക്ട്, നോഡിങ്, SOFTEN, സോഫ്റ്റനായ കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായി? ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ സംഘടനയിലെ അംഗങ്ങൾ തമ്മിലും സംഘടനയ്ക്ക് പുറത്തുള്ളവർ തമ്മിലും നിങ്ങളുടെ ഓഫീസുകളിൽ വരുന്ന ജനങ്ങൾ തമ്മിലും നിങ്ങളുമായി സംവദിക്കുന്ന ഭരണാധികാരികൾ തമ്മിൽ ഉണ്ടാക്കിയെടുത്ത് നല്ല ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ, നല്ല ഒരു ലക്ഷ്യത്തിലൂടെ രാഷ്ട്രീയ ബോധം, രാഷ്ട്രീയത്തിന് സംസ്കാരവും സംസ്കാരത്തിന് രാഷ്ട്രീയം വളർത്തുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ ഈ സമ്മേളനം നിങ്ങൾക്ക് കരുത്തു പകരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ സംഘടനാ സമ്മേളനം സമ്യക്കായ ഘടനയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇവിടെ സഖാവ് കാനൻ രാജേന്ദ്രന്റെ പേരിൽ ഒരു അവാർഡ് അർഹനായ ബഹുമാന്യനായ കവി, യുവകവി ശ്രീ സുമേഷ് കൃഷ്ണൻ അവർകളെ ഹൃദയം നിറഞ്ഞ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഞാൻ ഇത്രയേറെ വേദിയിൽ ഇരുന്നിട്ട് അദ്ദേഹത്തെ പറ്റി പഠിക്കുകയായിരുന്നു, അദ്ദേഹത്തിൻ്റെ കവിതകൾ വായിക്കുകയായിരുന്നു. കവിതകൾ വായിക്കുന്ന ഒരു ശീലമാക്കിയെടുക്കണം. എല്ലാ ദിവസവും ഒരു കവിത വായിച്ചാലെന്താ, ഒരു കഥ വായിച്ചാലെന്താ? വിവാഹം കഴിഞ്ഞാൽ കവിതയും ചൊല്ലില്ല, കവിതയും കഥയും വായിക്കില്ല എന്നുള്ള മലയാളി വല്ലാതെ അതപ്പതിച്ചു പോവുക. വിവാഹത്തിൽ എഗ്രിമെൻ്റ് ഉണ്ടോ? ഇനി ഞാനൊന്നും വായിക്കില്ല. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ പുതിയ കവികളെ പ്രോത്സാഹിപ്പിക്കാൻ അവാർഡ് കൊടുത്താൽ പോരാ. അവാർഡ് കൊടുത്ത സംഘടനാ അംഗങ്ങൾ എല്ലാവരും ഇദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത പുസ്തകം എല്ലാവരും ഒരാഴ്ചക്കുള്ളിൽ വായിച്ചു തീർക്കണം. എന്നാലാ അദ്ദേഹത്തിന് അതായിരിക്കും വലിയ അവാർഡ്. അത്തരത്തിൽ അദ്ദേഹത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാം.